ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമി ചതുർത്ഥോ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ ആഗ്നീധരന്റെ കഥയാണല്ലോ ഇപ്പം നമ്മൾ പറഞ്ഞത്. ആഗ്നീധരന് അപ്സര സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള പുത്രന്മാരിൽ പ്രധാനി ആദ്യത്തെ ആളാണ് നാഭി മഹാരാജാവ്. നാഭി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ ഭാരതഭൂമിയെ ഭരിക്കുക കാരണം അജനാഭം എന്നായിരുന്നു ഇതിൻ്റെ പേര്, നമ്മുടെ ഭാരതഭൂമിയുടെ. ഈ അജനാഭം എന്നുള്ള പേര് പോയിട്ട് ഭാരതം എന്ന് പേര് വരാൻ കാരണം ഇനി കേൾക്കാം, ഭരതൻ എന്നുള്ള ഒരാൾ രാജ്യം ഭരിക്കുന്നു. അത് കാരണമാണ് അന്നു മുതലാണ് ഇത് ഭാരതമായത് എന്ന് പറയുന്നുണ്ട്. ഈ നാഭി മഹാരാജാവ് മഹായോഗ്യനാ, പരമസാത്വികനാണ്. അദ്ദേഹത്തിന് മുത്തശ്ശൻ്റെ സ്വഭാവമാണ് കിട്ടിയത്, അതായത് പ്രിയവ്രതൻ്റെ. ആഗ്നീധരൻ്റെ സ്വഭാവമല്ല എന്നർത്ഥം. അദ്ദേഹത്തിന് കുറച്ചു കാലത്തിന് സന്താനം ഉണ്ടായില്ല. അപ്പോൾ രാജ്യഭാരത്തിന് ആളില്ലാതെ വരുമല്ലോ. മഹർഷിമാരെ വിളിച്ചു, അവരൊക്കെ കൂടിയിട്ട് നമുക്കൊരു യാഗം ചെയ്യുക, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സന്താനം ഉണ്ടാവും. ഒരു യാഗം ചെയ്തു. അതിൽ ഭഗവാൻ പ്രത്യക്ഷമായി. മഹർഷിമാരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? അപ്പം രാജാവ് നാഭി ഒക്കെ ഒഴിഞ്ഞു നിൽക്കുക. അദ്ദേഹം ഒരു ശാന്തനാണ്. ഒക്കെ മഹർഷിമാരെ ഭാരം ഏൽപ്പിച്ചിരിക്കുന്നു. മഹർഷിമാരെ പറഞ്ഞു ഭഗവാനെ കണ്ടപ്പോൾ, ഭഗവാനെ ഞങ്ങൾക്ക് എന്താ ഒരു വരം, എല്ലാ സമയത്തും അവിടുത്തെ തിരുനാമം ജപിക്കാറാവണം. ഇതാണ് അവർ പ്രാർത്ഥിച്ചത്. പിന്നെ അവർ പറഞ്ഞു, ഈ മഹാരാജാവിന് ചെറിയൊരു മോഹമുണ്ട്, രാജ്യം ഭരിക്കാൻ ആളില്ല, ഇവിടുത്തെ പോലൊരു പുത്രൻ ഉണ്ടായിയാ കൊള്ളാം എന്ന് പറഞ്ഞു. ഭവദ്ഭിരവിതഥഗീർഭി. ഭഗവാൻ പറഞ്ഞു, അത് കുറച്ച് അധികമായി പോയി നിങ്ങളുടെ ചോദ്യം. ഭഗവാനെപ്പോലെ ഒരാളും കൂടി ഉണ്ടാവുക വെച്ചാൽ ശങ്കരാചാര്യരൊന്നും സമ്മതിക്കില്ല, അദ്വൈതത്തിന് ഹാനി വരും. രണ്ട് ഭഗവാന്മാരുണ്ടായാൽ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നമുക്ക് രണ്ട് ഭഗവാന്റെ ഉപദ്രവം ഇല്ലാണ്ട് കഴിക്കാം. ഞാൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകനായിട്ട് അങ്ങോട്ട് അവതരിക്കാം. എന്നാൽ പിന്നെ നിങ്ങളുടെ മോഹവും സാധിച്ചു, അദ്വൈതത്തിനോട്ട് കേടും വരില്ല. അങ്ങനെ ആയിക്കോട്ടെ, ഇവിടുത്തെ ഇഷ്ടം എങ്ങനെയാ അങ്ങനെ. ഈ അവതാരാണ് ഋഷഭാവതാരം എന്ന് പറയുന്നത്. നാഭി മഹാരാജാവിൻ്റെ മകനായിട്ട് ഭഗവാൻ ഋഷഭൻ എന്നുള്ള പേരിൽ അവതരിച്ചു. ഋഷഭദേവൻ്റെ അവതാരം മുതൽ തന്നെ, ജനനം മുതൽ തന്നെ പല അത്ഭുതങ്ങളും കണ്ടിരുന്നു. നാഭി മഹാരാജാവ് ഋഷഭനെ തൻ്റെ ഉണ്ണിയെടുത്ത് മടിയിൽ വെച്ചാലേ സമാധിയിലിരിക്കുന്ന ഒരു ആനന്ദമാണ് അദ്ദേഹത്തിന്, രോമാഞ്ചം. ഈ പ്രപഞ്ച വിസ്മൃതി വരണു. കൽക്കണ്ടത്തിൻ്റെ കഷ്ണം എടുത്ത് നാവുമ്പിലിട്ടാൽ മധുരിക്കാതെ കൊണ്ട് വയ്ക്കുമോ? ബ്രഹ്മത്തിനെയാണ് തൻ്റെ പുത്രരൂപേണ എടുത്ത് മടിയിൽ വെക്കണത്. അപ്പം അദ്ദേഹത്തിന് ആനന്ദം ഉണ്ടായതിൽ അത്ഭുതമില്ല. അങ്ങനെ ആളുകൾക്കും അതെ ഋഷഭദേവനെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകത. ഇങ്ങനെ ആണ് ബാല്യകാലം മുതൽ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകളൊക്കെ കണ്ടപ്പോൾ ഈ ദേവേന്ദ്രന്, നമ്മളിപ്പോൾ ഈ കഥ കേട്ടല്ലോ, ഒരു വിദ്യയുണ്ട്, മനുഷ്യരാരെങ്കിലും നന്നായി കാണുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല, നിർത്തിയില്ല. ഓരോരുത്തർക്കും ഓരോ ദുസ്വഭാവം വന്നു കൂടിയാൽ പ്രയാസ. ദേവേന്ദ്രൻ നിശ്ചയിച്ചു, അങ്ങനെ ഒരു കേവനോ, എന്നാ ഒന്നൊരു കയ്യെ നോക്കണം. ദേവേന്ദ്രൻ മഴ പെയ്യിച്ചില്ല. ഈ മഴക്കാറിൻ്റെ മേലധികാരി ഇന്ദ്രനാണ് എന്നൊക്കെയാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലെങ്കിൽ മഴ പെയ്യില്ല അത്രേ. ഇപ്പം ദേവേന്ദ്രൻ മഴക്കാർക്ക് വിവരം കൊടുത്തു, ഭാരതഭൂമിയിൽ മഴ പെയ്യണ്ട, ഞാൻ രണ്ടാമത്തെ കൽപ്പന കിട്ടിയിട്ട് മതി മഴ പെയ്യൽ എന്ന് പറഞ്ഞു. മഴക്കാറുകളൊന്നും പുറപ്പെടാണ്ടായി. എന്തിന്? മിഥുനം, കർക്കടം, ചിങ്ങം, മഴ ഇല്ലല്ലോ. ഋഷഭദേവൻ ആലോചിച്ചു, ഇതെന്താ അത് എൻ്റെ നാട്ടിൽ മഴ പെയ്യാത്തത്? ഓഹോ, ദേവേന്ദ്രൻ എന്നോട് തമ്മിത്തല്ല. ആയിക്കോട്ടെ, സാരില്ല. ഋഷഭദേവൻ എന്ത് ചെയ്തു? തൻ്റെ യോഗശക്തി കൊണ്ട് മഴക്കാരനെ ഇങ്ങോട്ട് വരുത്തി. ഗംഭീരായിട്ടുള്ള മഴ. അപ്പം ദേവേന്ദ്രൻ വിഷമിച്ചു. തൻ്റെ മഴക്കാറ് അവിടെ അനവധി കൂട്ടിയിട്ടുണ്ട്. മഴക്കാറ് ഇന്ദ്രലോകത്തിൽ അതിലൊന്നും ചെലവില്ല, അതൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ മഴക്കാറ് വന്ന് മഴയും പെയ്തു. എവിടുന്ന് ഈ മഴക്കാറ് വന്നത്? ഇനി കളിക്കുകയല്ല നല്ലത്. ഇപ്പൊ തന്നോട് എതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല, വേറെ മഴക്കാറ് വരുത്തിച്ച് മഴ പെയ്യിച്ചു അത്രയേ ഉള്ളൂ. ഇനി എതിരായിട്ട് പുറപ്പെട്ടാ ബുദ്ധിമുട്ടാ. ഇനിയിപ്പോൾ എങ്ങനെയാ ഈ ഋഷഭദേവനായിട്ട് സേവ കൂടുക നല്ലത് നിശ്ചയിച്ചു. അപ്പോൾ ദേവേന്ദ്രന് ഒരു മകളുണ്ട്, ജയന്തി എന്നാണ് പറയുക.
ആ തൻ്റെ പുത്രിയെ ഋഷഭദേവന് കല്യാണം കഴിക്കാൻ കൊണ്ടുകൊടുത്തു. അലോഗ്യാവരുത്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. ഈ വക ഏർപ്പാടൊക്കെ പഴയ കാലത്തുണ്ട് എന്നാണ് ഇപ്പം നമുക്ക് തോന്നുക. ചില ലോകിയാവാനുള്ള ചില സൂത്രങ്ങൾ കണ്ടുപിടിച്ചത് ദേവേന്ദ്രൻ ഇതാ സൂത്രം കണ്ടുപിടിച്ചത്. അത് പല തരത്തിലുമുണ്ട്. ചില വിദേശത്തു നിന്ന് വരുത്തിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക, യോഗിയാവാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി കഴിക്കുക. ഇതുപോലെ ദേവേന്ദ്രൻ ഒരു പാർട്ടി കഴിച്ചതാണ് ഋഷഭദേവനെ പിന്നെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഒന്നും പറയാനും പോയില്ല. ഇവിടെ കുട്ടിയാണ്. പിന്നെയാണ് കല്യാണം കഴിഞ്ഞിട്ടാണോ തോന്നും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ. പ്രദർശിത ഗുരുകുലവാസ അതുകൊണ്ട് ഭാഗവതത്തിൽ എല്ലാം കാണിക്കണമല്ലോ. മുമ്പ് കല്യാണം കൊണ്ട് കഴിക്കുക, പിന്നെ വിദ്യാഭ്യാസമൊക്കെ സാവധാനത്തിൽ. അങ്ങനെ ധാരാളം ഉണ്ട്. നിവൃത്തിയില്ലാതെ കണ്ട് ചില കാര്യവശാൽ കല്യാണം കഴിക്കേണ്ടി വന്നു. ചില പരീക്ഷ പാസ്സാവാൻ ബാക്കിയുണ്ട്. ആ കല്യാണം കഴിഞ്ഞിട്ടായിക്കോട്ടെ പരീക്ഷ പാസ്സാവൽ അങ്ങനെയുണ്ട്. എന്നിട്ട് ഉദ്യോഗത്തിന് ശ്രമിക്കുക. ആ കൂട്ടത്തിലൊന്നാണിത്. ഋഷഭദേവന് ക്രമേണ ജയന്തിയിൽ 100 പുത്രന്മാരാണ് ഉണ്ടായത്. അതും ഒരു അത്ഭുത. ആദ്യത്തെ ആളാണ് ഭരതൻ. ഈ ഭരതന്റെ ഭരണം കൊണ്ടാണ് ഭാരതം എന്നുള്ള പേര് വന്നത്. പിന്നെ നവയോഗികൾ 9 ആളുകൾ. ഏകാദശത്തിൽ നമുക്ക് നവയോഗികളുടെ യോഗ്യത മനസ്സിലാവും. പിന്നെ ഒരു 9 ആളുകൾ രാജ്യം ഭരിക്കാൻ രാജാക്കന്മാർ. ഒരു 81 ആളുകൾ പിന്നെ യാഗമൊക്കെ ചെയ്ത് മഹർഷിമാരായി പോയിട്ടുണ്ട്, ബ്രാഹ്മണരായി പോയി. ക്ഷത്രിയരായിട്ട് ജനിച്ചുവെങ്കിലും അവരൊക്കെ ബ്രാഹ്മണരായി. അപ്പോൾ ഋഷഭദേവന്റെ മക്കൾ എല്ലാവരും പരമയോഗ്യന്മാരാണ്. ഋഷഭദേവൻ നിശ്ചയിച്ചു തൻ്റെ നാട്ടുകാർക്കൊക്കെ ഈശ്വര ഭക്തി ഉണ്ടാവണം, പിന്നെ വൈരാഗ്യം ഭക്തി വേണം. ഋഷഭദേവൻ സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹത്തിന് ഒരു ഗുണമുണ്ട്. അദ്ദേഹം ഉപദേശത്തിന് പുറപ്പെട്ട നാട്ടുകാരെ വിളിക്കുകയല്ല ചെയ്യുക. പിന്നെയോ തൻ്റെ മക്കളോടൊക്കെ വരാൻ പറയും. 100 പുത്രന്മാരുണ്ട്. അത് നല്ലൊരു കാര്യം. അപ്പൊ കുടുംബത്തിൽ ധാരാളം ആളുണ്ടെങ്കിൽ വായനയ്ക്ക് വേറെ ആരെയും ക്ഷണിക്കൊന്നും വേണ്ട. പക്ഷെ അതിന് വന്ന് കിട്ടാനാ പ്രയാസം. അപ്പോഴാ 100 കൂട്ടം ജോലി ഉണ്ടാവുക. സകല ആളോടും വന്നിരിക്കാൻ പറഞ്ഞു. തൻ്റെ മക്കളോട് ഉപദേശിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്യം. ആ നിലയ്ക്കാണ് മഹാകേമാണ് ഈ ഉപദേശം. വൈരാഗ്യ ആയിട്ടാണ് ഋഷഭദേവന്റെ ഉപദേശം. ഭാഗവതത്തിൽ അനവധി ഉപദേശങ്ങളും സ്തുതികളും കേൾക്കാം. ഒന്നുപോലെ ഒന്നില്ല. ഓരോന്നിന് ഓരോ തരത്തിലാണ് പ്രാധാന്യം. ഇവിടെ വൈരാഗ്യപ്രധാനമായിട്ടുള്ള ഭക്തി, അതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. അദ്ദേഹം ഭഗവാന്റെ അവതാരമാണ്. വളരെ ക്ഷേമമായിട്ട് അദ്ദേഹം രാജ്യം ഭരിച്ചു. ദേവേന്ദ്രൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു. അതിൽ 100 പുത്രന്മാർ അദ്ദേഹത്തിന് ഉണ്ടായി. എല്ലാവരും പരമയോഗ്യന്മാരാണ്. ഓരോ നിലയ്ക്ക് മഹായോഗ്യന്മാരാണ് ഈ 100 പേരും. അവരുടെ കഥ, അതിൽ ആദ്യത്തെ ആളുടെ കഥ നമുക്കിനി കേൾക്കാം. കുറേ കാലം രാജ്യഭാരം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഋഷഭദേവൻ നിശ്ചയിച്ചു തൻ്റെ പ്രജകൾക്ക് ഭഗവത് ഭക്തി ഉണ്ടാവണം. വലിയ ഉപദേശമാണ്. വലിയ സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് ഋഷഭദേവന്റെ പ്രസംഗം കേട്ടാൽ നാട്ടുകാരൊക്കെ കൂടും. അദ്ദേഹം എന്താ പറയണത്? വൈരാഗ്യം പ്രധാനമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം. ഭാഗവതത്തിൽ ചില ദിക്കിൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കും, ചില ദിക്കിൽ വൈരാഗ്യത്തിന് പ്രാധാന്യം കൊടുക്കും, ചില ഉപദേശങ്ങളിൽ ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കും. എന്താ അതിൻ്റെ അർത്ഥം? എല്ലാം വേണം എന്നർത്ഥം. ഇത് 3ഉം വേണം. വൈരാഗ്യം ഇല്ലെങ്കിൽ ഭക്തി ഉറച്ചു കിട്ടില്ല. തൽക്കാലമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഗുരുവായൂർ പോയി തൊഴുകയോ വായന കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഭക്തിയൊക്കെ ഉണ്ട് തോന്നും. അത് കഴിഞ്ഞാൽ അത് ചൂടാറും. അങ്ങനെയാണ്. അത് പോരാ. ഭക്തി നല്ല ചൊടിയോട് കൂടിയിട്ട് ഇരിക്കണമെങ്കിൽ വൈരാഗ്യം വേണം. അദ്ദേഹം പറയാണ്, ഋഷഭദേവൻ പറയാണ്, നായം ദേഹോ ദേഹഭാജാം നിർലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിദ്ഭുജായേ. ഈ നല്ലത് തിന്നുക, നല്ലത് കാണുക, ഇങ്ങനെ ആഹാരനീഹാരാദികളാകുന്ന ചതുഷ്ടയങ്ങളുണ്ടല്ലോ, ഈ 4 തരത്തിലുള്ള സുഖങ്ങൾക്കാണ് മനുഷ്യൻ കുറെ അധികം പ്രാധാന്യം കൽപ്പിച്ചത്. ഇഷ്ടം പോലെ നല്ലത് കഴിക്കുക,
പിന്നെ വേണ്ടത് നടുവിൽപ്പാട് പറഞ്ഞതുപോലെ പിന്നത്തെ നീഹാരം. നടുവിൽപ്പാട് പറഞ്ഞത് അങ്ങനെയാ, ഏറ്റവും പ്രാധാന്യം നീഹാരത്തിനാണ് എന്നാണ് നടുവിൽപ്പാടിൻ്റെ അഭിപ്രായം. ആഹാരത്തിനും ഒട്ടും കുറവൊന്നുമില്ല. പിന്നെ നിദ്ര, കൂർക്കം വലിച്ചുറങ്ങുക പിന്നത്തെ ഒരു സുഖം അതാണ്. പിന്നെ ചില കല്യാണം കഴിക്കലോ അതൊക്കെയാണ് പിന്നത്തെ സുഖം. ഈ 4 തരത്തിലുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യ ജന്മം തൊലയ്ക്കണത് നമ്മൾ. ഋഷഭദേവൻ പറയുന്നു, ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ നല്ലത് തിന്നുക, നല്ലയ്ക്ക് കിടന്നുറങ്ങുക, ഇതൊക്കെയാണ് വേണ്ടതെങ്കിൽ വിഭുജാംജേ. ഇതൊക്കെ വിഭുക്കുകൾക്കുമുണ്ട്. മലം തിന്നുന്നതായിട്ടുള്ള പോർക്കപ്പന്നി, അതാണ് വിഭുക്കുകൾ. പോർക്കപ്പന്നി അതിന് ബഹു ഇഷ്ടമാണത്. നമ്മൾ പഞ്ചാര പായസം കഴിക്കുന്നതിനേക്കാൾ അതിന് ഇഷ്ടമാണ് അത്. ഈ സുഖാവല്ലേ വേണ്ടത്. നമുക്ക് നല്ല സാധനം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം ഈ പോർക്കപ്പന്നിക്ക് മലഭക്ഷണത്തിങ്കിലുണ്ട് എന്നർത്ഥം. സുഖം അതിനതാണ് ഇഷ്ടം. നമുക്ക് നല്ല മെത്തയൊക്കെ വിരിച്ചോ കൊതുവലയൊക്കെ ഇട്ട് പിന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ തളിച്ച് സുഖമായിട്ട് അങ്ങനെ കിടന്നോറില്ല. ഈ ഒരു സുഖം പോർക്കപ്പന്നിക്ക് ചളിക്കൂണ്ടിൽ ചെന്ന് കിടന്നാലുണ്ട്. സുഖമല്ലേ വേണ്ടത്. ഈ സുഖം ഏതാ നിശ്ചയിക്കാൻ അവനവൻ്റെ മനസ്സാണ്. ഏതാ സുഖം എന്നല്ല ചോദ്യം. ഞാനൊരിക്കൽ ഋഷികേശത്ത് പോയപ്പോൾ അവിടെ ഒരു 6-7 ദിവസം താമസം ഉണ്ടായി. അപ്പോൾ എൻ്റെ മുറിയിൽ കിടക്കാൻ എനിക്കൊരു കൂട്ടുകാരുണ്ട്. എന്നേക്കാൾ കുറേ കൂടി വയസ്സായിരിക്കുന്നു. ഞാൻ കിടക്കാറായാൽ ഒക്കെ നല്ലോണം കോസയൊക്കെ തട്ടി പൊടിയൊക്കെ കളഞ്ഞ് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് സുഷ്ടുവായിട്ട് കിടക്കാൻ ഭാവിക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള രസികൻ എങ്ങനെയാണെന്ന് വെച്ചല്ലോ, അദ്ദേഹം കിടക്കാറായാൽ കുഴമ്പെടുത്തിട്ട് കാലുമ്മിലും കയ്യുമ്മിലും പുറത്തുമൊക്കെ അസലായിട്ട് അങ്ങോട്ട് പെരട്ടും. ഒരു ചിരട്ട അതോ ഞാൻ കിടക്കുന്ന കട്ടിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ടോ മുറുക്കി അതിലേക്ക് കുത്തും. അയാൾക്ക് അതാണ് ഇഷ്ടം, എനിക്കിതാണ് ഇഷ്ടം. ഈ ഇഷ്ടം അവനവൻ നിശ്ചയിക്കണതല്ലേ. സുഖം ഏടാ, സുഖം ചുറ്റും ലോകത്തിലൊന്നുമില്ല, ദുഃഖം ചുറ്റും ഒന്നുമില്ല. അതുകൊണ്ട് ഈ മനുഷ്യജന്മം ഈ തരം സുഖങ്ങൾ അനുഭവിക്കാൻ അല്ല വിധിച്ചത്.